ധീരൻ, ധൈര്യം എന്ന് പറയുന്നത് എന്താണ്? ധൈര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാഹചര്യത്തിൽ പെടുമ്പോൾ ഒരാൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുമില്ല, ഒരാൾ നമ്മളെ അടിക്കാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിലെന്താണ് ധൈര്യം? ധീരെന്ന് ഏത് സാഹചര്യത്തിൽ നമ്മൾ വിളിക്കാം? ഇതാണ് എൻ്റെ ചോദ്യം ഹൈദരാലിയോട്, ഇവരോടൊക്കെ ചോദിക്കും. നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ഒരാൾ നമ്മളെ അടിക്കാൻ വരും, നമ്മളെങ്ങനെ പ്രതിരോധിക്കണം? നമ്മൾ ധീരനായി മുന്നോട്ട് പോകും. എന്തിനാണ് ചോദിക്കും, ഓരോരുത്തരും ആ ചോദ്യം ഞാൻ ഉന്നയിച്ചു. എന്താണ് മനസ്സിലായില്ല? നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, നമ്മളെ അടിക്കാൻ ഒരാളോ രണ്ടാളോ വരുന്നു, നമ്മളെങ്ങനെ നേരിടും? അവരെ ഒഴിഞ്ഞു മാറും, ഒന്ന് അടി കിട്ടാതെ ഒഴിഞ്ഞു മാറും. പിന്നെ അശോകനാണെങ്കിൽ ഒഴിഞ്ഞു മാറും. അതെ, ഒരു വഴക്കില്ല. ഞാനാണ് ചോദിക്കും എന്താണ് കാര്യം. ഓക്കെ, കറക്റ്റ്. അടി കിട്ടിട്ടോ സെൻസിബിൾ ഹരിഹർ നഗറിൽ പറഞ്ഞ ചെറിയ കല്ലെടുത്തെറിയും. ഇവരുടെ എല്ലാ ഉത്തരം എന്റെ ഉത്തരം പറയട്ടെ. ഇവർ ഒഴിഞ്ഞു മാറുന്നാണ് കൂടുതലും പറഞ്ഞത്. ഒരു അടി ഇങ്ങനെ തരാൻ നേരത്ത് ഒഴിഞ്ഞു മാറിയാൽ ചിലപ്പോൾ അതിൽ ഒഴിഞ്ഞു മാറിയാൽ ചിലപ്പോൾ അടി കിട്ടാതിരിക്കും. എൻ്റെ അഭിപ്രായത്തിലല്ല, അങ്ങനെ അടിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഏറ്റവും സ്പീഡിൽ ഓടണം. ഏറ്റവും സ്പീഡിൽ. ഈ ഒഴിഞ്ഞു മാറാൻ നിൽക്കരുത്. ഒഴിഞ്ഞു മാറാൻ നേരത്തെ ഇതല്ല, ഒഴിഞ്ഞിങ്ങനെ മാറാൻ നേരത്തെ ചിലപ്പോൾ ഇടി കിട്ടിയിരുന്നില്ല. ഏറ്റവും സ്പീഡിൽ ഓടണം. ഇത് വല്ലാത്തൊരു എന്റെ അഭിപ്രായമാണ്. അത് എതിർപ്പുള്ളവർ പറയട്ടെ. ഈ ഉത്തരം പറഞ്ഞ ജഗദീഷല്ലേ, നമുക്ക് ഒരു അത്ഭുതം ഓടണം, അതാണ് നല്ല. അത് നമ്മൾ അവന് വിവരമില്ല, അപ്പൊ അവൻ്റെ കൂടെ നമ്മൾ എതിർത്ത് നമുക്ക് തോപ്പിക്കാൻ പറ്റും. ഓടണം. നമ്മുടെ സ്പീഡ് ചിലപ്പോൾ അവനുണ്ടാവില്ല, നമ്മൾ ഓടി അങ്ങ് പുട്ടെങ്കിലും അങ്ങ് ഓടണം. നമ്മളെ ത്യാഗരായ മാസ്റ്റർ പഠിപ്പിച്ചിട്ടുള്ള അങ്ങനെയാണ്. ഫൈറ്റ് സീനിലൊക്കെ ഇല്ലേ, നമ്മൾ ഹീറോ ആയിട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു തടി പിന്നെ അവരുടെ ഇടിയും. ആ ഒരു ഒഴിഞ്ഞുമാരല്ലേ ഉദ്ദേശിച്ചു. പിന്നെ കൊടുക്കും. അല്ല, അടുത്ത ഒഴിഞ്ഞു മാറൽ എന്ന് പറയുന്നത് മിസ്സിങ്. അത് തന്നെ. ഇങ്ങനെ ടക്ക് ചെയ്യാന്ന് പറയും പലപ്പോഴും ഇങ്ങനെ മാസ്റ്റർ ടക്ക് ചെയ്തിട്ട്. പക്ഷെ അതിനൊന്നും നിൽക്കണ്ട, ആ റിസ്ക് എടുക്കണ്ട. ഒറ്റ ഓട്ടം. ഞാൻ ഓടും. അതോടുന്നുള്ള ഉറപ്പല്ലോ. ഒരുപാട് അനുഭവം അനുഭവം ഉണ്ട് തീർച്ചയായിട്ടും. ഈ സെറ്റിലുണ്ടായിട്ടില്ല. ഈ സെറ്റിലാണ്. ഇവിടെ നമ്മള് ഇതേ വിവരമില്ലാത്ത ആൾക്കാർ നമ്മളെ അടിക്കാൻ വന്നാൽ, ഇപ്പൊ അശോകൻ എന്നെ അടിക്കാൻ വന്നാൽ ഞാൻ ഓടണം. അവിടെ ഉദാഹരണം വെച്ച വിവരമില്ലാത്ത അല്ലല്ല, വിവരം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അശോകൻ അടിക്കാൻ വന്നാൽ, അശോകൻ എന്നെ അടിക്കാൻ വന്നാൽ ഞാൻ അശോകന്റെ നടി കൊള്ളണം. അശോകന്റെ നടി കൊള്ളണം. അശോകൻ എന്നെ അടിക്കാൻ വന്നാൽ ഞാൻ ഓടും. അല്ല, ആദ്യത്തെ ഇടി ഒന്ന് ഒഴിഞ്ഞു ഇല്ല, ഒഴിഞ്ഞു മാറാനുള്ള അതിനൊന്നും റിസ്ക് ഇല്ല. അശോകൻ ടൈമിംഗ് ഇല്ല. ചിലപ്പോൾ എടുത്ത് തിരിച്ചു തന്നാൽ ഞാൻ ഒഴിഞ്ഞു മാറാൻ നേരത്തെ അശോകന്റെ ഇടി കൈ താറ്റി, ഉദാഹരണത്തിന് ഒഴിഞ്ഞു മാറണമെങ്കിൽ ഇങ്ങനെ ഒഴിഞ്ഞു മാറിക്കും. അശോകന്റെ ഇടി തെറ്റിയെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഇടിക്കാം. എങ്ങോട്ടാണ് ഒഴിഞ്ഞു മാറാൻ പോകുന്നത്? ഞാൻ ഇങ്ങോട്ട് കുനിഞ്ഞു അശോകൻ ഇടിക്കാൻ പറ്റും. ഇടി കിട്ടിയോ? അതുകൊണ്ട് അശോകനായതുകൊണ്ടാ പറയുന്നത്, കുഴപ്പമില്ല. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ചിലരുടെ ഇടി. അതുകൊണ്ട് അതിനൊന്നും ഈ ഒഴിഞ്ഞു മാറുക, അങ്ങനെയുള്ള അടവ്, അതിലൊന്നും നിൽക്കരുത്. ഒറ്റ ഓട്ടം, റിസ്ക് ഇല്ല. നേരത്തെ പറഞ്ഞ ആ ഇൻഹരിയർ മാത്രമേ ഇവരെ ഓർത്താൽ മതി അല്ലേ? ഇനി അതൊരു 3-4 ചോദ്യം ചോദിക്കാണ്. ജഗദീഷ് ചേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? അല്ല, ജഗദീഷ് ചേട്ടൻ മനോജിന്റെ ജഗദീഷ് ചേട്ടന്റെ സിനിമ മനോജ് ചേട്ടന് ഇഷ്ടപ്പെട്ട? എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരുപാടുണ്ട്. ഒരു സിനിമയുടെ പേര് കുടുംബപുരാണം. നല്ല പടം. കുടുംബപുരാണം നല്ല സിനിമയാണ്. കുടുംബപുരാണം കോട്ടയത്ത് ഷൂട്ട്. മനോജ് ചേട്ടന്റെ പടം ഏതാ ഇഷ്ടപ്പെട്ടത്? തീർച്ചയായിട്ടും മനോജ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിനുശേഷം ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ടുള്ള വേഷങ്ങളും. ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ ഒരു ആക്ടർ എന്ന് പറയുന്ന ബിഗിനിങ് സ്റ്റേജിൽ തന്നെ ഇത്രയും ബ്രില്യൻറ്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ കുട്ടൻ തമ്പുരാനാണ്. ബിഗിനിങ് സ്റ്റേജിൽ. പിന്നീട് അഭിനയിച്ച് എക്സ്പീരിയൻസ് വരുമ്പം വേറെ ടഫ് റോൾസ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറഞ്ഞില്ല. ഇപ്പോഴത്തെ ഈ വേഷം തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടാണ്. രേഖാചിത്രത്തിലെ വേഷം എനിക്ക് വളരെ ഇഷ്ടം. പക്ഷേ എൻ്റെ മനസ്സിൽ അശോകൻ എന്ന് പറയുന്ന ഒരു ആക്ടർ മലയാള സിനിമയ്ക്ക് ലഭിച്ചു എന്ന് പറയുന്നത് കുട്ടൻ തമ്പുരാൻ. അശോകൻ ചേട്ടൻ്റെ സിനിമ എൻ്റെ പേര് അശോകന്റെ പേര് എന്റെ പേരാണ് അശോകന്റെയാണോ മാറ്റിപ്പോയെന്നുള്ളൂ. അപ്പൊ അത് ഞാൻ മനോജിന്റെ ഇത് വെച്ചു. മനോജിന്റെ എനിക്ക് ഓരോരുത്തരുടെ അശോകന്റെ അശോകേട്ടൻ്റെത് യവനിക,
യവനിക. മൈ ഓൾ ടൈം ഫേവറേറ്റ്. അദ്ദേഹത്തിന്റെ എല്ലാ പടങ്ങളും പെരുവഴിയമ്പലം, കുടിയേറ്റം, ഒടിയേറ്റമല്ല പെരുവഴി അല്ല അതുമെല്ലാം കുടിയേറ്റത്തിലും കൊടിയേറ്റത്തില്ല. അനന്തരം അനന്തരം അല്ല അങ്ങനെ ഒരുപാട് ക്ലാസിക്സ്. ആദ്യം നമ്മൾ പറഞ്ഞ യവനികയാണ്. എനിക്ക് യവനികയാണ്. വിനീതിന്റെ പടം ഏതാണ്? പിന്നെ ഇവിടെ എനിക്ക് ഇത് മറ്റേ മാനത്തെ വെള്ളിത്തേര് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം. വിനീത് എനിക്ക് ഡിഫറെന്റ് ആയിട്ട് ആദ്യം ചെയ്തൊരു പടമാണ് എനിക്ക് ഭയങ്കര തോന്നുന്നത്. പിന്നെ അല്ല അതിപ്പോ പറഞ്ഞപ്പോഴാണ് ആ പടത്തിലേക്ക് പോയത്. അല്ല പിന്നെ തമിഴുണ്ട്, വിനീത് തമിഴ് ശരിയല്ലേ എനിക്കൊക്കെ. എനിക്ക് പിന്നെ സത്യന്റെ മകൻ ഡയറക്ട് ചെയ്ത പടം ഉണ്ടല്ലോ, പാച്ചു. പാച്ചുവിൻ അത്ഭുത വിളക്കും. അതില് എനിക്ക് വിനീതിന്റെ റോൾ ഗംഭീര പെർഫോമൻസ്. ഞാൻ വിളിച്ച് പിന്നെ പറയുന്നു. ഇതിനകത്ത് സിനിമ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ക്യാമറാമാൻ ചെയ്ത പിന്നെ ദിനേശ് മഴവില്ലേ അല്ല ക്യാമറാമാൻ നമ്മുടെ തമിഴ് ചെയ്ത പടം ഞാൻ വിളിച്ച് പറഞ്ഞു വിനീതിന്റെ കണ്ടുകൊണ്ടേൻ ചെയ്ത രാജീവ് മേനോൻ. സർവം താളമയം. സർവം താളമയം ഗംഭീര റോളാണ് വിനീത്. ഞാൻ വിളിച്ചു പറഞ്ഞു ഈ സർവം താളമയം ഞാൻ വിളിച്ചു പറഞ്ഞു. ഭയങ്കര പാച്ചുവും അത്ഭുത വിളക്കും ഞാൻ വിളിച്ചു പറഞ്ഞു. രണ്ടും ഞാൻ വിളിച്ചു പറഞ്ഞു. താങ്ക്സ് ഒക്കെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു വിനീത് ഗംഭീര റോളാണ്. എനിക്ക് വിനീതിന്റെ പടം ഇനി ഞാൻ വിളിച്ച് പറഞ്ഞില്ല എങ്കിൽ പോലും ഇപ്പൊ ഞാൻ പറയുന്നു, മരണമാസിൽ രാജേഷ് മാധവൻ ഗംഭീരമായിട്ട് ചെയ്തു. ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ട് ചെയ്തു. വിനീതിന്റെ എനിക്ക് പറയാനുള്ള രാത്രി മഴ. ഞാൻ അവനെ വിളിച്ച് പറഞ്ഞു, ഞാനും ഉണ്ടാവും അവിടെ സിനിമയിൽ. പക്ഷെ എന്താ അസാധ്യമായിട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട നിനക്ക് ഈ വർഷത്തെ സംസ്ഥാനങ്ങൾ ഉറപ്പായിട്ട് കിട്ടും, ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഇത്ര നന്നായിട്ട്. പക്ഷെ പടം അങ്ങനെ വലിയൊരു ഹിറ്റായില്ല. നമ്മുടെ ലെനിൻ സാറിന്റെ നല്ല പടം. പടമായിരുന്നു. പിന്നെ മീര ജാസ്മിനും ആയിരുന്നു. പിന്നെ സപ്പോർട്ടിംഗ് റോൾ ഉണ്ടായിരുന്നു. അശോകന്റെ ഓഫ് കോഴ്സ് യവനിക. അശോകന്റെ യവനിക എന്ന് പറയുന്നതിൽ ഒരുപാട് റോൾ തന്നെ കുറെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അശോകൻ പെർഫോം ചെയ്തെന്ന് പറയുന്നതിനേക്കാളും റോള് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കിയ റോളാണ് അമരം. അല്ല ഞാൻ അമരമാണ് എല്ലാവരും. അമരം എന്ന് പറയുന്നത് നമുക്ക് ടഫ് റോളാണ്, ഈസി റോളല്ല. മറ്റേതില് ഈ യവനികയ്ക്ക് ഈ പറയുന്ന ക്ഷോഭിക്കാനുള്ള സംഭവങ്ങളും ക്യാരക്ടറിൽ തന്നെ കുറെ കാര്യങ്ങളുണ്ട്. അല്ല പക്ഷെ ആ കാലത്ത് അങ്ങനത്തെ ഒരു ഇന്റർപ്രിട്ടേഷൻ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് അതായത് യവനികയുടെ ഹൈലൈറ്റ്. സാധാരണ വേറൊരു പയ്യൻ ചെയ്താൽ ഈ അശോകേട്ടൻ കൊടുത്ത ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. ജാലകത്തിലെ വേഷം ജാലകത്തിലെ വേഷം ഗംഭീര വേഷം. അല്ല ഈ പഴയ സിനിമകൾ പറഞ്ഞതിനും ഞാൻ നിങ്ങൾ ഓരോരുത്തരും ഓരോ സിനിമകൾ വരും നിങ്ങളുടെയൊക്കെ മൊത്തം എക്സ്പ്രഷൻ കാണണം. ആ പഴയ കാലം ഓർത്തു വരാണ്. അശോകനൊക്കെ എത്ര സിനിമയാണെന്നറിയോ? ഇത് തൂവാനത്തുമ്പിയുള്ള വേഷം. എന്ത് ക്യൂട്ട് ക്യാരക്ടറാണ്, സൂപ്പർ ക്യാരക്ടർ. അശോകന്റെ അടുത്ത് എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളത്, ചെമ്മീൻ ഇന്ന് എടുക്കുകയാണെങ്കിൽ അശോകൻ പഴനിയുടെ റോള് ചെയ്യുമോ പരീക്കുട്ടിയുടെ റോള് ചെയ്യും? അതാണ് ചോദ്യം. അതോ ചെമ്പക്കുഞ്ഞ് ഏത് റോളാണ് അശോകന് മാനസികമായിട്ട് എനിക്കത് ചെയ്യാൻ താല്പര്യമുണ്ട്? പഴനിയാണോ പരീക്കുട്ടിയാണോ ചെമ്പക്കുഞ്ഞാണോ? ചെമ്പകുഞ്ഞ് റോളാണ് ഇഷ്ടം. മറ്റേത് മോശമൊന്നല്ല, എല്ലാം ബെസ്റ്റ് ക്യാരക്ടർ രണ്ടും. അതെ മറ്റേത് എനിക്കിഷ്ടം കുറച്ചുകൂടെ സ്ട്രൈക്കിംഗ് ക്യാരക്ടർ ചെമ്പകുഞ്ഞ് അല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് രാജേഷ് ഞാൻ കണ്ടിട്ടുണ്ടോന്നോ? കണ്ടിട്ടുണ്ടോന്നോ? ഏത് ക്യാരക്ടർ ഇഷ്ടം? എനിക്ക് ചെമ്പൻകുഞ്ഞാണ് ഭയങ്കര. എനിക്ക് തരുന്ന ഏതാണെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്യും. എനിക്ക് ഡയറക്ടർ തരുന്നത് ഞാൻ ഇത് സ്വന്തമായിട്ട് തീരുമാനിക്കുന്ന ആളല്ല. ഡയറക്ടർ ഏത് റോള് തരുന്നത് അതെല്ലാം സാറ് ഞാൻ ഏത് റോള് ചെയ്താൽ ആ റോള് തന്നാ മതി. എനിക്ക് സാറ് പരീക്കുട്ടിയാണ് കറുത്തമ്മ പോയാലും കടാപ്പുറത്ത് ഞാൻ പാടി ചങ്കുപൊട്ടി ഒന്ന് ആ ഡയലോഗ്. മറ്റേ ആണെന്നുണ്ടെങ്കിൽ ചുടിയും മലരിയുമുള്ള കടലാണ് പിടിച്ചാൽ കിട്ടാൻ ഞാനുണ്ട് എനിക്ക് കടൽ എന്ന് പറയുന്ന ആ സംഭവം. ചെമ്പകുഞ്ഞൻ്റെ ആണെങ്കിൽ വള്ളവും മലയും വന്നല്ല എന്ന് ചോദിക്കുന്ന ആ ഒരു സംഭവം ഏത് തന്നാലും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. അല്ലാതെ എനിക്ക് അഹങ്കാരത്തോടെ ഇന്ന റോള് വേണമെന്ന് പറയാനുള്ള അഹങ്കാരിയല്ല. അവിടെ തോന്നുന്നുണ്ട്. ഞങ്ങൾ ചോദ്യം ക്ഷമിക്കണം. ഞാൻ ഇത് മലപ്പുറം ഉണ്ടാക്കിയെടുത്ത ഏതൊക്കെ അശോകൻ ചേട്ടൻ പറഞ്ഞ കേട്ടോ, ഈ പൂച്ച ഇങ്ങ് വന്നാൽ 4 കാലി വീഴുന്നു. മനസ്സിലായില്ലേ? പൂച്ച പോലും വീഴുമെന്നാണ് ശരി. പൂച്ച പോലും ഇന്നത്തെ ന്യൂജൻ പൂച്ചൊന്നും എഴുതില്ല. ഞങ്ങളുടെ ഒരു കോംബോ ഉണ്ട്, ഒരു സൂപ്പർ ഹിറ്റ് കോംബോ മഴവിൽ മനോരമയിൽ ഞങ്ങളൊരു സലീൽ ചൗധരി ഒരു എന്താ ട്രിബ്യൂട്ട് ചെയ്തായിരുന്നു. അപ്പൊ അതിനകത്ത് ലാസ്റ്റ് സോങ് നമുക്ക് 3 പേരുടെ പാടാം. അങ്ങനെ നിർത്തി. കൈയോട് കൈ മെയ്യോട് കൈ മെയ്യോട് മെയ്
ചെമ്പ കുറവ കൊമ്പ കൊമ്പ കുറവ ചെമ്പാവ് നെല്ലോല പൂത്തുപോയി പൂ നലിപ്പൂ 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 ഓഹോ ഹൊയര ഹൊയ് ഹൊയര ഹൊയ് ഹൊയര ഹൊയ് ഹൊയര ഹൊയ് ഏഹേ കൈയോട് കൈ മെയ്യോട് മെയ് കൈയോട് കൈ മെയ്യോട് മെയ് ചെമ്പ ചെമ്പ കുറവ കൊമ്പ കൊമ്പ കുറവ ചെമ്പാവ് നെല്ലോല പൂത്തുപോയി ഓയ് പൂനലി 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 പൂമലി ഓ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.